ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2023 പുറത്തിറങ്ങിയ ഡെവിൽ ദ ബ്രിട്ടീഷ് സീക്രട്ട് ഏജന്റ് എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. ഈ സിനിമയിൽ വരുന്ന കഥാപാത്രങ്ങളെല്ലാം വെറും സാങ്കല്പികം മാത്രമാണ്. സുഭാഷ് ചന്ദ്രബോസിനെ മാത്രമാണ് റിയൽ ക്യാരക്ടറായി ഉപയോഗിച്ചിട്ടുള്ളത് എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. നേതാജിയെ സംബന്ധിച്ച് യുദ്ധം ചെയ്ത് തന്നെ ജയിക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് പറഞ്ഞ് വെള്ളക്കാരും തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാജി ഒരു പ്രത്യേക ഏരിയയിലുണ്ടെന്ന വിവരം ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് പറഞ്ഞ് ഇവർ അന്വേഷിച്ച് നടക്കുകയാണ്. നേതാജിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളെ ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. നേതാജി എവിടെയാണുള്ളതെന്ന് മര്യാദയ്ക്ക് പറയടാ എന്ന് ചോദിച്ച് ഇവർ അയാളെ ഇട്ട് അടിച്ച് ടോർച്ചർ ചെയ്യുകയാണ്. എന്നെ കൊന്നാൽ പോലും ഞാൻ സത്യം പറയില്ല എന്ന് ആ വ്യക്തി തീർത്തു പറയുന്നു. ഇതിൽ ദേഷ്യം വന്ന ആ വെള്ളക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തോക്കെടുത്ത് അവിടെ വെച്ച് തന്നെ അയാളെ വെടിവെച്ച് കൊല്ലുകയാണ്. നേതാജിയുടെ സംഘടനയിൽ ഇവിടെ ഒരു ചാരനുണ്ട്. അവരുടെ പേര് ട്രോജൻ എന്നാണ്. അവൻ വഴി ഇവർക്ക് ഒരു വിവരം കിട്ടുന്നുണ്ട്. അതായത് നേതാജി കുറച്ച് ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് വരാൻ പോവുകയാണ്. പക്ഷെ വരുന്ന ഡേറ്റോ സമയമോ ഇവർക്ക് കൃത്യമായി അറിയില്ല. ആ അയച്ച മെസ്സേജ് ഡീകോഡ് ചെയ്താൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. അത് വേഗം ഡീകോഡ് ചെയ്യൂ എന്ന് അവിടുത്തെ ഹെഡ് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ജമീന്ദാരുടെ വീടാണ് നമ്മളെ കാണിക്കുന്നത്. ജമീന്ദാരുടെ മകളുടെ പേര് വിജയ് എന്നാണ്. അവർ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന ഒരുത്തൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. ഇവനും വിജയുടെ അടുത്തേക്ക് വരികയാണ്. എന്താ, നിനക്ക് എൻ്റെ അച്ഛനെ പേടിയില്ലേ എന്ന് വിജയ് ചോദിക്കുകയാണ്. ഇപ്പൊ എനിക്ക് പേടിയൊക്കെ പോയി എന്നവൻ മറുപടി പറയാണ്. ഇവർ രണ്ടുപേരും ആ റൂമിൽ വെച്ച് ഇന്റിമേറ്റ് ആവുകയാണ്. ഇതേ വീട്ടിലുള്ള മറ്റൊരാൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇയാളുടെ പേര് അജയ് എന്നാണ്. അജയ് ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നോക്കുന്നത്. ഇപ്പോൾ ജമീന്ദാർ കുറച്ച് മദ്യപിച്ച് ലക്കായി വീട്ടിലേക്ക് വരികയാണ്. വേലക്കാരിയാണ് വാതിൽ തുറക്കുന്നത്. ഇവർ വീട്ടിലെ പാചകവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. ഇവരുടെ പേര് റാണി എന്നാണ്. സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെ നടക്കുന്ന കാര്യമാണ് നമ്മളെ കാണിക്കുന്നത്. വിജയ്ക്ക് കാപ്പി കൊടുക്കാൻ വേണ്ടി വേറൊരു സ്ത്രീ വിജയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ വിജയ് മരിച്ചു കിടക്കുകയാണ്. ഇത് കണ്ട് ആ വേലക്കാരി ആകെ ഷോക്കായി പോവാണ്. ഇപ്പൊ പോലീസ് എല്ലാം ഈ കേസ് അന്വേഷിക്കാൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ വേലക്കാരിയെ തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. നീ അവിടെയുള്ള ആഭരണം മോഷ്ടിക്കാൻ ശ്രമിച്ചു, അത് വിജയ കണ്ടതുകൊണ്ട് നീ അവളെ കൊലപ്പെടുത്തി, എന്നിട്ട് രാവിലെ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പോലീസ്. സത്യമായിട്ടും ഇത് ഞാൻ ചെയ്തിട്ടില്ല സാർ. വീട്ടിലെ ആ വേലക്കാരൻ പയ്യനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല എന്നിവർ പറയാണ്. ഇത് കേട്ട് ആ വേലക്കാരനെ പറ്റി പോലീസ് അന്വേഷിക്കുന്നു. ആ വേലക്കാരന്റെ അച്ഛനും ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ എന്ന് അച്ഛൻ പോലീസോട് കരഞ്ഞു പറയാണ്. വിജയുടെ റൂമിൽ തന്നെയാണ് ആ വേലക്കാരന്റെ തോർത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പോലീസിന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടർ ഓരോ സ്ഥലമായി പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ചുമരിലുള്ള രക്തക്കറ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ഇൻസ്പെക്ടർ ഊഹിക്കുന്നത് ഇങ്ങനെയാണ്: അവർ രണ്ടുപേരും റൂമിൽ ഒരുമിച്ചുള്ള കാര്യം ജമീന്ദാർ കണ്ടിട്ടുണ്ടാവും. മകളാണെന്ന് പോലും നോക്കാതെ ജമീന്ദാർ അവളെ കൊന്നിട്ടുണ്ടാവും. ആ വേലക്കാരൻ ഓടിപ്പോയിട്ടും ഉണ്ടാവും. ഇതാണ് നടക്കാൻ സാധ്യത എന്ന് പറഞ്ഞ് ജമീന്ദാരെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. എന്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ല സാർ എന്ന് പറഞ്ഞ് ജമീന്ദാറുടെ ഭാര്യ കരഞ്ഞുകൊണ്ട് പുറകെ വരുന്നുണ്ട്. ഇനിയാണ് സിനിമയിലെ നായികയെ കാണിക്കുന്നത്. വിജയുടെ കസിൻ സിസ്റ്ററാണ് നായിക. ഇവര് ജമീന്ദാറുടെ ഭാര്യയെ സമാധാനിപ്പിക്കുകയാണ്. ജമീന്ദാർ ഒന്നും മിണ്ടാതെ ജീപ്പിൽ കയറാണ്. പക്ഷെ ജീപ്പിൽ കയറിയ ജമീന്ദാർ മുകളിലുള്ള അജയനെ നോക്കുന്നുണ്ട്. അജയും ജമീന്ദാരും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അജയന്റെ ഭാര്യയുടെ പേര് റോസി എന്നാണ്. അജയന്റെ അടുത്ത് നിന്ന് ഇവരും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നായിക ജമീന്ദാറുടെ ഭാര്യയെ സമാധാനിപ്പിച്ച് വീടിനുള്ളിലേക്ക് അയക്കുന്നു. ഫോട്ടോഗ്രാഫറായ സഫി എന്ന് പറയുന്ന ഒരാളും ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. നായികയും സഫിയും തമ്മിൽ കണ്ണുകൊണ്ട് എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നുണ്ട്. എന്തിനാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. സീൻ കട്ട് ചെയ്താൽ ഒരു കപ്പലാണ് കാണിക്കുന്നത്. കടൽ കൊള്ളക്കാർ എന്ന് പറയില്ലേ, അവരെല്ലാം കൂടി വന്ന് ആ കപ്പൽ മൊത്തമായി കൊള്ളയടിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയുള്ള ഓഫീസേഴ്സിനെ എല്ലാം അവർ അറ്റാക്ക് ചെയ്യുന്നു. ഇതിനിടയിൽ ഒരു ഓഫീസർ വിവരം പുറത്തേക്ക് അറിയിക്കുന്നുണ്ട്. ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ പുറത്തുള്ളവർ ആകെ ടെൻഷനിലാണ്. ഇവിടെ സീക്രട്ട് ഏജന്റായ ഡെവിൾ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിയും ആ കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്ന വിവരം ഇവർക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഡെവിൾ നോക്കിക്കോളും, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇവർ റിലാക്സ് ആവുന്നു. അങ്ങനെ കപ്പലിലെ ഡെവിളിനെ നമ്മളെ കാണിക്കുകയാണ്. ഇതാണ് ഈ സിനിമയിലെ നായകൻ. കടൽ കൊള്ളക്കാരുമായി ഫൈറ്റ് ചെയ്യാൻ നായകൻ വരികയാണ്. ഒറ്റയ്ക്ക് തന്നെ അവിടെയുള്ള ഒരു 15-20 പേരെ നായകൻ അടിച്ചിടുകയാണ്. അങ്ങനെ ആ കപ്പലിനെ നായകൻ രക്ഷിക്കുന്നു. ഈ വെള്ളക്കാരുടെ ഹെഡ് ആയിട്ടുള്ള ആളുടെ പേര് എഡ്വേർഡ് എന്നാണ്. എഡ്വേർഡ് ഡെവിളിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. വിജയുടെ വീട്ടിൽ വെച്ച് വിജയ് മരിച്ചില്ലേ, ആ കേസ് നീ തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡെവിളിന് കൊടുക്കുന്നു. അതേസമയം ആ ഏരിയയിലുള്ള ഇൻസ്പെക്ടർക്ക് വിവരം പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ വന്ന ഡെവിൾ ചോദിക്കുന്നത് അകത്തേക്ക് വരാൻ എത്ര വാതിലുകളുണ്ട് എന്നാണ്. 2 വാതിലുകളുണ്ട് സാർ, പക്ഷേ പിൻവശത്തെ വാതിൽ ആരും തുറക്കാറില്ല. അത് അപശകുനമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് പോലീസ് പറയാണ്. ജമീന്ദാറാണ് കൊന്നത് എന്ന് പറഞ്ഞ് പോലീസ് കേസ് അവസാനിപ്പിച്ചതാണ്. എന്നാൽ ജമീന്ദാർ കൊല്ലാൻ സാധ്യതയില്ല എന്ന് ഡെവിൾ പറയാണ്.
അതിന് കാരണമായി നായകൻ പറയുന്നത് കത്തി വെച്ച് ഇങ്ങനെ വെട്ടിയാൽ ഇവിടെയാണ് രക്തം തെറിക്കേണ്ടത്, പക്ഷെ രക്തക്കറയുള്ളത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ജമീന്ദാർ അത് ചെയ്തിട്ടില്ല, വേറെ ആരുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തിരക്കിട്ട് കേസ് അവസാനിപ്പിച്ചു അല്ലേ, ഞാൻ സാവധാനം തെളിയിക്കാം എന്ന് നായകൻ പറയാണ്. ജമീന്ദാറിന് റാണി എന്ന് പറയുന്ന വേലക്കാരിയാണ് വാതിൽ തുറന്നു കൊടുത്തത്. കൊലപാതകം നടന്ന ദിവസം മുതൽ റാണിയെയും കാണാനില്ല എന്ന വിവരം കിട്ടുന്നു. ഹീറോയുടെ അസിസ്റ്റന്റ് ആയിട്ട് ആ നാട്ടിൽ നിന്ന് തന്നെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാളും ആ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹീറോ വരുമ്പോഴാണ് നായികയെ കാണുന്നത്. കണ്ട ഉടനെ തന്നെ ഹീറോയ്ക്ക് നായികയെ ഇഷ്ടപ്പെടുന്നു. അസിസ്റ്റന്റ് നായികയെ ചൂണ്ടിയിട്ട് ഇതാണ് വിജയയുടെ കസിൻ സിസ്റ്റർ എന്ന് പറയാണ്. ഹീറോ സത്യത്തിൽ ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ടല്ല, ഒരു സ്പെഷ്യൽ ഓഫീസർ ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഹീറോ നായികയുടെ കേസിനെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. നായിക ഇല്ല എന്ന് മറുപടി പറയുന്നു. നന്നായി, എങ്ങനെയുള്ള ചെക്കനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഹീറോ ചോദിക്കുകയാണ്. അപ്പോൾ നായിക, നിങ്ങളെപ്പോലെ ഒരു പോലീസ് ഓഫീസറെ എന്തായാലും വേണ്ട, കാരണം ഈ നാട്ടിലെ കാറ്റ് ശ്വസിച്ച് ആ വെള്ളക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരല്ലേ നിങ്ങൾ എന്ന് ദേഷ്യത്തോടെ മുഖത്ത് നോക്കി പറയാണ്. ഹീറോ പിന്നീട് ഒന്നും മിണ്ടുന്നില്ല. വിജയുടെ റൂം കാണാൻ വേണ്ടി വരികയാണ്. അവിടെ എന്താണ് നടന്നിട്ടുണ്ടാവുക എന്ന് ഹീറോ ചിന്തിച്ചു നോക്കുന്നു. ഇവിടെ വെച്ചാണ് വേലക്കാരന്റെ തോർത്ത് കിട്ടിയത്, പക്ഷെ അവനെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് അസിസ്റ്റന്റ് പറയുന്നു. ഈ റൂമിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അജയുടെ റൂം. ഹീറോ അജയനെ പറ്റിയും അന്വേഷിക്കുന്നുണ്ട്. അജയ് ബിസിനസ് പാർട്ണറാണ്. അജയന്റെ വൈഫ് റോസി ഒരു ഡാൻസറാണ് എന്നൊക്കെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ഇപ്പോൾ ഹീറോ ജമീന്ദാറിന്റെ വൈഫിനോട് സംസാരിക്കുകയാണ്. എന്റെ ഭർത്താവ് മകളെ കൊന്നിട്ടില്ല സർ, നിങ്ങൾ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണം എന്ന് അവർ കറഞ്ഞു പറയുന്നു. വിഷമിക്കണ്ടാമേ, ഞാൻ സഹായിക്കാം എന്ന് ഹീറോ വാക്ക് കൊടുക്കുകയാണ്. അജയിനോട് ചോദിക്കുമ്പോൾ അവൻ കൃത്യമായി മറുപടി ഒന്നും പറയുന്നില്ല. ഹീറോ അജയ് വെച്ചിരിക്കുന്ന ടെലിസ്കോപ്പ് നോക്കുകയാണ്. അത് വിജയുടെ റൂമിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. എന്താ വിജയുടെ റൂം നോക്കിയിരിക്കാറാണോ പതിവ് എന്ന് ഹീറോ ചോദിക്കുകയാണ്. അല്ല, ഞാൻ നക്ഷത്രങ്ങളെ നോക്കുകയായിരുന്നു എന്ന് അജയ് കള്ളം പറയുന്നു. നീ എന്താണ് നോക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് ഹീറോ മാസായിട്ട് പറയാണ്. ഇപ്പോൾ ഹീറോയും അസിസ്റ്റന്റും ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് നായികയുടെ റൂമിലെ ലൈറ്റ് മിന്നി മിന്നി കത്തുന്നത് ഹീറോ ശ്രദ്ധിക്കുന്നത്. എന്താ ഇങ്ങനെ കത്തുന്നത് എന്ന് ഹീറോ ചിന്തിക്കുമ്പോഴാണ് കൊട്ടാരത്തിലേക്ക് ആരൊരാൾ ഒളിഞ്ഞു വരുന്നത് ഹീറോ കാണുന്നത്. അവനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് പറഞ്ഞ് ഹീറോ ചെല്ലുന്നുണ്ട്. ഹീറോയെ കണ്ടതും അവൻ പേടിച്ച് ഭയങ്കര സ്പീഡിൽ ഓടാൻ തുടങ്ങുന്നു. ഹീറോ പുറകെ ഓടിയെങ്കിലും അവനെ മിസ്സാവുന്നുണ്ട്. ഇവർ ഓടുന്ന സമയത്താണ് ആ വേലക്കാരൻ്റെ അച്ഛനെ അവിടെ കാണുന്നത്. ആ അച്ഛൻ ഒരു വിളക്കുമായി എങ്ങോട്ടേക്കോ പോവുകയാണ്. ഇപ്പോൾ മണിമേഖല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണിക്കുന്നു. അവർ വെള്ളക്കാർക്കെതിരെ സമരം ചെയ്യുന്ന ആളാണ്. നമ്മൾ ആയുധം കൊണ്ടൊന്നും നേടാൻ കഴിയില്ല, അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടണം എന്നൊക്കെയാണ് അവർ പുറമെ പ്രസംഗിക്കുന്നത്. എന്നാൽ അവരുടെ താവളം കാണിക്കുമ്പോൾ അവിടെ നിറയെ തോക്കുകളും ആയുധങ്ങളും കൂട്ടിയിട്ടിരിക്കുകയാണ്. അതായത് പുറമെ സമാധാനം പറഞ്ഞ് ഉള്ളിൽ ഇവർ വേറെ പ്ലാനാണ് എന്ന് കാണിക്കുന്നു. നായികയുടെ റൂമിലെ ലൈറ്റ് മിന്നി കത്തിയത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹീറോ നായികയുടെ റൂമിലേക്ക് നോക്കുന്നുണ്ട്. നായിക പുറകിലൂടെ വരാണ്. എന്റെ റൂമിൽ എന്താ നോക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. രാത്രി ലൈറ്റ് മിന്നുന്നത് കണ്ടു, അതെന്താ എന്ന് അറിയാൻ നോക്കിയതാണ് എന്ന് ഹീറോ പറയാണ്. എനിക്കും അറിയില്ല, വല്ല കംപ്ലൈന്റും ആകും എന്ന് നായിക പറയാണ്. പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് സിഗ്നൽ കൊടുത്ത പോലെ എനിക്ക് തോന്നി, അതാണ് ചോദിച്ചത് എന്ന് ഹീറോ പറയാണ്. എനിക്കറിയില്ല എന്ന് നായിക തർക്കിക്കുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ ഹീറോ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് വേലക്കാരൻ്റെ അച്ഛൻ കാപ്പിയുമായി അങ്ങോട്ടേക്ക് വരുന്നത്. ഈ വേലക്കാരൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മകൻ എവിടെയുണ്ടെന്ന് ഇയാൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. ഇയാളെ ഫോളോ ചെയ്യുന്ന ഹീറോ അസിസ്റ്റന്റിനോട് പറയുന്നു. ഹീറോ സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് വരുമ്പോൾ അടുക്കളയിൽ നിന്ന് വരുന്ന തീ ശ്രദ്ധിക്കുന്നുണ്ട്. തീക്ക് ഒരു പ്രത്യേക നിറമാണ്. കാർബൺ എരിഞ്ഞാലേ ഇങ്ങനെ വരൂ. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ഹീറോ കിണർ തുറക്കാൻ പറയുന്നു. നോക്കുമ്പോൾ കിണറ്റിലൊരു ബോഡി. അത് കാണാതായ റാണിയുടെ ബോഡിയായിരുന്നു. റാണിയുടെ കയ്യിൽ ഒരു താക്കോലും ഉണ്ട്. ഇത് പിൻവശത്തെ വാതിലിന്റെ താക്കോലാണ് എന്നവർ പറയാണ്. ഹീറോ ആ വാതിൽ തുറക്കാൻ പോകുന്നുണ്ട്. അയ്യോ, അവിടെ പോവരുത് എന്നെല്ലാവരും തടയാണ്. ഞാൻ തുറക്കുന്നതിന് മുമ്പേ വേറെ ആരോ ഇത് തുറന്നിട്ടുണ്ട്. കൊലയാളി ഈ വഴി വരാനാണ് സാധ്യത. റാണിയെ കൊലയാളി കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് റാണിയെ കൊന്നത് എന്ന് ഹീറോ ഊഹിക്കുകയാണ്. എന്റെ കയ്യിൽ മാത്രമേ ഇതിന്റെ താക്കോലുള്ളൂ എന്ന് ജമീന്ദാരുടെ വൈഫ് പറയാണ്. ഹീറോ ആ താക്കോൽ വാങ്ങി നോക്കിയിട്ട് ഇതിൽ മെഴുകു വെച്ച് അച്ചെടുത്തിട്ടുണ്ട്. ഈ നാട്ടിൽ താക്കോൽ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരാളുണ്ട് എന്ന് അസിസ്റ്റന്റ് പറയുന്നു. ഹീറോ നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവൻ കുറച്ച് ദിവസമായി വീട്ടിൽ വരാറില്ല എന്ന് അവന്റെ ഭാര്യ പറയുന്നുണ്ട്. ഹീറോ വീട് സെർച്ച് ചെയ്യുമ്പോൾ കഞ്ചാവിലകൾ കിട്ടുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നവന് ഇതില്ലാതെ ഇരിക്കാൻ പറ്റില്ല. ഇവനിത് വാങ്ങാൻ വരുന്ന സ്ഥലം ശ്രദ്ധിച്ചോ എന്ന് ഹീറോ അസിസ്റ്റന്റിനോട് പറയുന്നു. ഇപ്പോൾ ഹീറോ നേരെ റോസി ഡാൻസ് കളിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. റോസിയുടെ കൂടെ കൂടി ഹീറോയും ഡാൻസ് കളിക്കുന്നു. ശേഷം റോസി ഡ്രസ്സ് മാറുന്ന റൂമിലേക്ക് ഹീറോ വരികയാണ്. കൊലപാതകം നടന്ന അന്ന് രാത്രി നിങ്ങൾ സ്ഥലത്തില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഹീറോ പറയാണ്. ജമീന്ദാർ അന്ന് ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ വന്നത്. അദ്ദേഹം ഗസ്റ്റ് ഹൗസിലായിരുന്നു. അതേ ഗസ്റ്റ് ഹൗസിൽ നിങ്ങളും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം എന്ന് ഹീറോ പറയാണ്. റോസി അത് നിഷേധിക്കുന്നു. അപ്പോൾ ഹീറോ റോസിയുടെ ഒരു കമ്മലെടുത്ത് കാണിക്കുകയാണ്. ഇത് അവിടെ നിന്നാണ് കിട്ടിയത്, ഇനി നുണ പറയണ്ട, സത്യം പറ എന്ന് ഹീറോ ചോദിക്കുന്നു. വേറെ വഴിയില്ലാതെ റോസി സത്യം പറയുന്നു. റോസിയും ജമീന്ദാറും തമ്മിൽ അടുപ്പത്തിലാണ്. ഗസ്റ്റ് ഹൗസിൽ ഇവർ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ജമീന്ദാറിന് ഒരു കോൾ വരുന്നത്. ടെൻഷനായി ജമീന്ദാർ അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയി. ആരാണ് ആ കോൾ ചെയ്തതെന്ന് അന്വേഷിച്ചപ്പോൾ അജയ് ആണെന്ന് മനസ്സിലായി. അജയന്റെ വീട്ടിൽ വന്ന് അജയനെ പൊതിരെ തല്ലുകയാണ്. മര്യാദയ്ക്ക് സത്യം പറയടാ എന്ന് പറയാണ്. അപ്പോഴാണ് അജയ് നടന്ന കാര്യം പറയുന്നത്.
ജമീന്ദാരെ കാണാൻ ഗസ്റ്റ് ഹൗസിൽ ചെന്ന അജയ് റോസിയും ജമീന്ദാരും തമ്മിലുള്ള ബന്ധം അറിയാണ്. അങ്ങനെ ദേഷ്യത്തിൽ അജയ് വീട്ടിൽ വരാണ്. അപ്പോഴാണ് വിജയുടെ റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അജയ് ടെലിസ്കോപ്പ് വെച്ച് നോക്കിയപ്പോൾ വിജയ വേലക്കാരന്റെ കൂടെ ഇരിക്കുന്നത് കാണാണ്. ഇത് ജമീന്ദാറിനോട് പറഞ്ഞാൽ പുകിലാവുമെന്ന് കരുതിയാണ് അജയ് ഫോൺ ചെയ്ത് പറയുന്നത്. ജമീന്ദാർ ദേഷ്യത്തിൽ വാളുമായി വരികയാണ്. വേലക്കാരനെ വെട്ടാൻ നോക്കുകയാണ്. മകള് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മകൾ അവിടെ ഇരുന്ന ഒരു ജാർ എടുത്ത് അച്ഛന്റെ തലക്കടിക്കുന്നു. ഇത് അജയ് കാണുന്നുണ്ട്. നീ വേഗം ഇവിടുന്ന് പോവെന്ന് വിജയ വേലക്കാരനോട് പറയുന്നു. ഞാൻ പോയാൽ നിങ്ങളെ അവർ ഉപദ്രവിക്കില്ലേ എന്നവൻ ചോദിക്കുകയാണ്. എന്നെ ആരും ഒന്നും ചെയ്യില്ല, നീ പോവെന്ന് പറഞ്ഞ് വിജയ അവനെ പറഞ്ഞയക്കുന്നു. ഇതെല്ലാം പോലീസിനോട് പറഞ്ഞാൽ ജമീന്ദാർ കേസിൽ നിന്ന് രക്ഷപ്പെടില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് അജയ് പറയുന്നു. ഇപ്പോൾ സീൻ കട്ട് ചെയ്ത് വേലക്കാരന്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. അയാൾ ആരും കാണാതെ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അവിടെയാണ് മകനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മകന് മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. മകൻ ബോധം വന്ന് സംസാരിക്കുകയാണ്. വിജയ മരിച്ച കാര്യവും റാണി മരിച്ച കാര്യവും അച്ഛൻ പറയുന്നുണ്ട്. റാണിയെ കൊന്നത് ആരാണെന്ന് എനിക്ക് അറിയാം അച്ഛാ എന്ന് മകൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും പുറത്ത് ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് പോകുന്നു. പിന്നെ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നില്ല. നായിക ഹീറോയ്ക്ക് കഴിക്കാൻ എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് വയറ് ശരിയല്ല, നീ കഴിക്കാന്ന് ഹീറോ പറയാണ്. കൂടെയുള്ള അസിസ്റ്റന്റ് അത് ആർത്തി പിടിച്ച് കഴിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അസിസ്റ്റന്റ് മയങ്ങി വീഴുന്നു. അതിൽ മയക്കുമരുന്നുണ്ടാവുമെന്ന് ഹീറോയ്ക്ക് അറിയാമായിരുന്നു. ഹീറോ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാണ്. അന്ന് ഒളിഞ്ഞു നോക്കാൻ വന്നവൻ ഇന്നും വരുമെന്ന് ഹീറോയ്ക്ക് അറിയാം. അവന്റെ പേര് സമുദ്ര എന്നാണ്. അവൻ നായികയുടെ അടുത്ത് നിന്ന് വിവരം ശേഖരിക്കാൻ വന്നതാണ്. നേതാജി വരുന്നതിനെ പറ്റി അദ്ദേഹം എനിക്ക് കത്തെഴുതിയിരുന്നു, പക്ഷെ അത് ആരോ മോഷിച്ചു. ഉടനെ തന്നെ ശിവൻ ചേട്ടന് മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് നായിക അവനോട് പറയുന്നു. ഇത് ഹീറോ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഹീറോ വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നു. ഹീറോയെ കണ്ടതും സമുദ്ര ജനൽ വഴി ഓടി രക്ഷപ്പെടുകയാണ്. ഹീറോ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നായിക തടയാണ്. നായികയും ഓടിപ്പോയനും നേതാജിയുടെ ആളുകളാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ്. ഹീറോ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ മണിമേഖലയെ കാണിക്കുന്നു. അവർ പോസ്റ്റ് ബോക്സിൽ നിന്ന് ഒരു കത്ത് എടുക്കുന്നുണ്ട്. ആ കത്തിൽ ഒരു വിവരമുണ്ട്. അതായത് നമ്മൾ ആദ്യം കണ്ടില്ലേ, നേതാജിയെ പറ്റി പറയില്ല എന്ന് വാശി പിടിച്ച് മരിച്ചയാൾ, അയാളെ കൊന്ന ഓഫീസറെ കൊല്ലാനാണ് മണിമേഖലയ്ക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. ആ വേലക്കാരന്റെ അച്ഛൻ സ്ഥിരമായി പോകുന്ന സ്ഥലത്തെ പറ്റി അസിസ്റ്റന്റ് വിവരം കൊടുക്കുന്നു. ഹീറോ അവിടെ ചെന്ന് നോക്കുമ്പോൾ അച്ഛനും മകനും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഹീറോ വരുന്നതിന് മുമ്പ് ആരോ അവരെ കൊന്നു. ഇപ്പോൾ നായിക അമ്പലത്തിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇവൾ അമ്പലത്തിലേക്കല്ല, സംഘടനയിലെ ആളുകളെ കാണാനാണ് പോകുന്നത്. ഫോളോ ചെയ്യുന്ന ഹീറോ അസിസ്റ്റന്റിനോട് പറയുന്നു. നമ്മൾ ആദ്യം കണ്ട പത്രപരസ്യം പോലെ ഒരു ഓഫീസിലേക്കാണ് നായിക പോകുന്നത്. ഇവരെല്ലാവരും നേതാജിയുടെ ആളുകളാണ്. ഇവർക്ക് ത്രിവർണ എന്ന് പറയുന്ന ഒരു തലവനുണ്ട്. ത്രിവർണ ആരാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. ഇവർക്കെല്ലാം ഇടയിൽ ഷാഫി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഷാഫിക്ക് മാത്രമേ ത്രിവർണ ആരാണെന്ന് അറിയൂ. നായിക ഷാഫിയെ കാണാൻ വരുന്നുണ്ട്. അവിടെയുള്ള ഷാഫിയുടെ സഹായി ഷാഫി സ്ഥലത്തില്ല എന്ന് പറയാണ്. അതേസമയം ഹീറോ നായികയുടെ റൂം പരിശോധിക്കുന്നുണ്ട്. അവിടെ നിന്ന് നേതാജി അയച്ച വിവരങ്ങൾ കുറിച്ചു വെച്ച പേപ്പറുകൾ ഹീറോയ്ക്ക് കിട്ടുകയാണ്. നായിക പെൻസിൽ കൊണ്ട് എഴുതിയതിന്റെ പാടുകൾ പേപ്പറിലുണ്ട്. ഹീറോ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് അതെന്താണെന്ന് വായിച്ചെടുക്കുന്നു. പക്ഷേ അതൊരു കോഡാണ്. അത് ഡീകോഡ് ചെയ്യണം. നായികയും സമുദ്രയും ഇതിനെക്കുറിച്ചിട്ടാണ് സംസാരിച്ചതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. നായിക ഷാഫിയുടെ ഓഫീസിലാണ് പോയതെന്ന് അസിസ്റ്റന്റ് വിവരം നൽകുന്നു. ഷാഫിയുടെ സഹായി ഒരു വെള്ളക്കാരനെ കൊല്ലാൻ പ്ലാൻ ഇടുന്നുണ്ട്. പക്ഷെ അത് പാളുന്നുണ്ട്. ആ വെള്ളക്കാരൻ അവനെ തിരിച്ചടിക്കുന്നു. അപ്പോഴാണ് മണിമേഖല അവിടെ വരുന്നത്. വന്ന പാടെ മണിമേഖല വാളെടുത്ത് ആ വെള്ളക്കാരനെ വെട്ടിക്കൊല്ലുന്നു. ആ വാളിൽ ത്രിവർണ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ത്രിവർണ ഒരു സ്ത്രീയാണോ എന്ന് ഹീറോ സംശയിക്കുന്നുണ്ട്. പിറ്റേന്ന് പോലീസ് അവിടെ വന്ന് അന്വേഷിക്കുന്നുണ്ട്. ഹീറോ ഇപ്പോൾ എഡ്വേർഡിനെ വിളിക്കുന്നുണ്ട്. ആ ജമീന്ദാരെ വിട്ടയക്കാൻ പറയണം എന്ന് ഹീറോ ആവശ്യപ്പെടുന്നു. നായികയുമായി കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് ഹീറോ ഇത് ചെയ്യുന്നത്. ജമീന്ദാർ പുറത്തിറങ്ങിയതുകൊണ്ട് ജമീന്ദാരുടെ ഭാര്യ ഹീറോയോട് നന്ദി പറയുന്നു. ഇത് കണ്ട് നായികയ്ക്ക് ഹീറോയോട് ഇഷ്ടം തോന്നുന്നുണ്ട്. ഇവരടുക്കുന്നത് ഒരു പാട്ടിലൂടെ കാണിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചൂടെ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നു. ഞാനൊരു പ്ലാനോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഹീറോ പറയാണ്. എഡ്വേർഡ് ആദ്യം പറഞ്ഞില്ലേ, സാധാരണ കൊലപാതക കേസിന് എന്തിനാണ് തന്നെ വിടുന്നതെന്ന്. അപ്പോൾ എഡ്വേർഡ് പറഞ്ഞത് ഇതാണ്: നീ പോകുന്നത് കൊലപാതകം അന്വേഷിക്കാൻ മാത്രമല്ല, നേതാജി അയച്ച കോഡ് ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്പൈ ആയ ട്രോജൻ അത് അടിച്ചു മാറ്റി. പക്ഷെ നമുക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ ആ പെൺകുട്ടിയെ പ്രേമിച്ച് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണം. അതുകൊണ്ടാണ് ഹീറോ അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ആ കോഡ് ഡീകോഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് സന്ദേശം വരുന്നുണ്ട്. തിരിച്ചു വന്നോളൂ എന്ന് എഡ്വേർഡ് പറയാണ്. 2 വരികളാണ് അതിലുണ്ടായിരുന്നത്. ആദ്യത്തെ വരി ഡീകോഡ് ചെയ്തപ്പോൾ തന്നെ വിവരം കിട്ടി. ആരോ കോഡ് കോപ്പി ചെയ്തിട്ടുണ്ട് എന്ന് നായിക സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവളെ കൊല്ലാൻ എഡ്വേർഡ് തീരുമാനിക്കുന്നു. നേരിട്ട് കൊന്നാൽ ത്രിവർണയ്ക്ക് സംശയം തോന്നും. അതുകൊണ്ട് കൊള്ളക്കാർ കൊല്ലുന്നത് പോലെ സെറ്റ് ചെയ്യാം എന്ന് എഡ്വേർഡ് പറയുന്നു. അങ്ങനെ ഗുണ്ടകൾ നായികയെ ആക്രമിക്കുന്നു. ഹീറോ കൃത്യസമയത്ത് വന്ന് നായികയെ രക്ഷിക്കുന്നു. ഹീറോ രക്ഷിച്ച വിവരം അറിഞ്ഞ് എഡ്വേർഡ് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെയാണ് ഇന്റർവെൽ. ഹീറോ എഡ്വേർഡിനെ കാണാൻ വരുന്നുണ്ട്. എഡ്വേർഡ് ദേഷ്യപ്പെടുന്നുണ്ട്. 2ാമത്തെ വരി കൂടി ഞാൻ ഡീകോഡ് ചെയ്തു. അതിന്റെ അർത്ഥം ഓൾ ക്ലിയർ എന്നാണ്. ത്രിവർണ സിഗ്നൽ കൊടുത്താൽ മാത്രമേ നേതാജി വരൂ. അതുകൊണ്ട് നായികയെ ഇപ്പോൾ കൊല്ലരുത് എന്ന് ഹീറോ പറയാണ്. ഹീറോ പറഞ്ഞത് ശരിയാണെന്ന് എഡ്വേർഡിന്റെ ടീമും സ്ഥിരീകരിക്കുന്നു. നായിക പുറത്തു നിന്നാൽ ത്രിവർണയെ പിടിക്കാൻ പറ്റില്ല. അവളെ അറസ്റ്റ് ചെയ്യണം എന്ന് ഹീറോ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ നായികയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ജയിലിൽ ഹീറോ നായികയെ കാണാൻ വരുന്നുണ്ട്.
നായിക ഹീറോയെ വിശ്വസിച്ച് സത്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊരു വിവരം കിട്ടിയാലും അത് സമുദ്രയ്ക്ക് കൈമാറണം എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷെ ആ വിവരം ആരോ കോപ്പി ചെയ്തു എന്നാണ് എനിക്ക് സംശയം. ഈ വിവരം ത്രിവർണയെ അറിയിക്കണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങൾ സഹായിക്കണം എന്ന് നായിക പറയാണ്. ഹീറോ അസിസ്റ്റന്റിനോട് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എഡ്വേർഡിനോട് വേറെ സ്ഥലമാണ് പറയുന്നത്. ത്രിവർണയ്ക്ക് നായികയെ നേരിട്ടറിയില്ല. അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പെണ്ണ് അവിടെ നിൽക്കും. ത്രിവർണ വരുമോ നമുക്ക് പിടിക്കാം എന്ന് ഹീറോ എഡ്വേർഡിനോട് പറയുന്നു. ഞാൻ നായികയെ സഹായിക്കാൻ തീരുമാനിച്ചെന്ന് ഹീറോ അസിസ്റ്റന്റിനോട് സത്യം പറയാണ്. അപ്പോൾ ത്രിവർണ വരില്ലല്ലോ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുകയാണ്. ഞാൻ ത്രിവർണയായി പോകും എന്ന് ഹീറോ പറയുന്നു. പോലീസുകാർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മുഖം മൂടിയിട്ട് ഹീറോ വരികയാണ്. കത്ത് വാങ്ങി പോസ്റ്റ് ബോക്സിലിടുന്നു. ഇത് ആരെടുക്കുമെന്ന് നോക്കി പോലീസ് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് മണിമേഖലയുടെ കാർ അവിടേക്ക് വരുന്നത്. മണിമേഖല ആ കത്തെടുക്കുന്നു. മണിമേഖലയാണ് ത്രിവർണ എന്ന് പോലീസ് കരുതുന്നു. പോലീസ് നായികയെ വാനിൽ കൊണ്ടുപോകുമ്പോൾ ഹീറോ മുഖം മൂടിയിട്ട് വന്ന് പോലീസിനെ അടിച്ച് നായികയെ രക്ഷിക്കുന്നു. ഷാഫി ഇപ്പോൾ നേതാജിയെ നേരിട്ട് കാണുന്നുണ്ട്. അവിടെയുള്ള വിവരങ്ങൾ നേതാജി ചോദിച്ചറിയുന്നു. ഷാഫി തിരികെ പ്രസിൽ വരുമ്പോൾ അസിസ്റ്റന്റിനെ അവിടെ കാണുന്നു. പോലീസ് അവിടെ വന്ന് ഷാഫിയെയും അസിസ്റ്റന്റിനെയും അറസ്റ്റ് ചെയ്യുന്നു. രണ്ടുപേരെയും ഇട്ട് പോലീസ് ടോർച്ചർ ചെയ്യാണ്. ഷാഫിയുടെ സഹായിയായ പയ്യനെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നു. അവന്റെ കാമുകിയെ ഉപദ്രവിക്കുമെന്ന് പറയുമ്പോൾ അവൻ സത്യം പറയുന്നു. സംഘടനയിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയാം എന്നവൻ സമ്മതിക്കുന്നു. അവൻ കൊടുത്ത വിവരം വെച്ച് സമുദ്ര ഉൾപ്പെടെയുള്ളവരെ പോലീസ് പിടിക്കുന്നു. ത്രിവർണ ആരാണെന്ന് പറ എന്ന് ചോദിക്കുമ്പോൾ ത്രിവർണ ഒരു ആണല്ല, പെണ്ണാണ്, അത് മണിമേഖലയാണ് എന്നവൻ പറയുന്നു. ഇപ്പൊ പോലീസ് മണിമേഖലയെ പിടിക്കാൻ ചെല്ലുന്നുണ്ട്. അവിടെ വലിയ വെടിവെപ്പ് നടക്കുകയാണ്. മണിമേഖലയ്ക്ക് വെടിയേൽക്കുന്നു. മണിമേഖല ബോംബ് പൊടിച്ച് മരിക്കാൻ നോക്കുന്നു. പക്ഷെ ഹീറോ വന്ന് അത് തടയുന്നു. മണിമേഖലയെ അറസ്റ്റ് ചെയ്ത് എഡ്വേർഡിന്റെ മുന്നിൽ എത്തിക്കുന്നു. ഓൾ ക്ലിയർ സിഗ്നൽ കൊടുക്കടി എന്ന് പറഞ്ഞ് എഡ്വേർഡിന്റെ അസിസ്റ്റന്റ് മണിമേഖലയെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. എഡ്വേർഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഹീറോ അസിസ്റ്റന്റിനെ തല്ലുന്നു. ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ്. യഥാർത്ഥ ത്രിവർണ മണിമേഖലയല്ല, അത് നമ്മുടെ ഹീറോയാണ്. ഷാഫിക്ക് മാത്രമേ ഈ സത്യം അറിയൂ. മണിമേഖല നല്ലൊരു പ്രവർത്തകയാണെന്ന് ഷാഫി പറഞ്ഞതുകൊണ്ടാണ് ഹീറോ തന്റെ വാൾ മണിമേഖലയ്ക്ക് കൊടുത്തത്. നിങ്ങളുടെ സ്പൈ ട്രോജനെ ഞങ്ങളുടെ ഇടയിൽ വെച്ചല്ലേ, അതുപോലെ നിങ്ങളുടെ ഇടയിലുള്ള സ്പൈ ഞാനാണ് എന്ന് ഹീറോ പറയാണ്. ഹീറോ അവിടെയുള്ള എല്ലാവരെയും കൊല്ലുന്നു. പിടിച്ചു വെച്ച തന്റെ ആൾക്കാരെ എല്ലാം മോചിപ്പിക്കുന്നു. എഡ്വേർഡ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും മരിച്ചു കിടക്കുന്നത് കാണുകയാണ്. ഹീറോ ഇപ്പോൾ ആ താക്കോൽ ഉണ്ടാക്കിയവനെ വീണ്ടും പിടിക്കുന്നുണ്ട്. അവൻ ഹീറോയെ കണ്ടു ഓടുന്നു. ഹീറോ അവനെ പിടിക്കുന്നുണ്ട്. അവൻ സത്യം പറയുന്നു. സമുദ്രയും നായികയും പ്രേമത്തിലാണെന്ന് കരുതിയാണ് റാണി താക്കോൽ ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞത്. ഇവിടെ അടുത്ത ട്വിസ്റ്റ് റിവീൽ ചെയ്യാണ്. ഹീറോ എല്ലാവരെയും പറഞ്ഞയച്ചെങ്കിലും സമുദ്രയെ വിട്ടില്ല. കാരണം ആ ബ്രിട്ടീഷ് സ്പൈ ആയ ട്രോജൻ വേറെ ആരുമല്ല, അത് സമുദ്രയാണ്. ഡെവിളാണ് യഥാർത്ഥ ത്രിവർണ എന്ന് എഡ്വേർഡിന് മനസ്സിലാവുന്നു. ഇനി ഫ്ലാഷ് ബാക്കിൽ നടന്നത് ഹീറോ വിവരിക്കുകയാണ്. സമുദ്ര റാണി വഴി താക്കോല് സംഘടിപ്പിച്ചു. വിജയുടെ റൂമിൽ കയറിയപ്പോൾ വിജയ അവനെ കണ്ടു. വിജയ ഒച്ച വെക്കാതിരിക്കാൻ സമുദ്ര വിജയെ കൊന്നു. പിന്നീട് നായികയുടെ റൂമിൽ കയറി കോഡ് കോപ്പി ചെയ്തു. പോകുമ്പോൾ റാണി അവനെ കണ്ടു. അവന്റെ ദേഹത്ത് രക്തം കണ്ടതുകൊണ്ട് റാണി സംശയിച്ചു. അതുകൊണ്ടാണ് അവൻ റാണിയെയും കൊന്നു കളഞ്ഞത്. റാണിയെ കൊല്ലുന്നത് വേലക്കാരൻ കണ്ടു. വിവരം പുറത്തറിയാതിരിക്കാൻ വേലക്കാരനെയും അച്ഛനെയും അവൻ കൊന്നു. ഇതാണ് സത്യത്തിൽ നടന്നത്. സമുദ്ര ഇപ്പോൾ നായികയെ കാണാൻ ചെല്ലുന്നുണ്ട്. ത്രിവർണയാണ് എന്നെ രക്ഷിച്ചത്, മണിമേഖലയാണ് ത്രിവർണ, അവര് മരിച്ചുപോയി, ഡെവിൾ ഒരു ബ്രിട്ടീഷ് ഏജന്റാണ് എന്ന് സമുദ്ര നായികയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. താൻ ഏജന്റ് ആണെന്നുള്ള ID കാർഡ് കാണിക്കുകയാണ്. മരിക്കുന്നതിന് മുൻപ് ഓൾ ക്ലിയർ സിഗ്നൽ കൊടുക്കാൻ മണിമേഖല പറഞ്ഞിരുന്നു എന്ന് സമുദ്ര നുണ പറയുന്നുണ്ട്. നായിക അത് വിശ്വസിച്ച് സമുദ്രയുടെ കൂടെ പോകുന്നു. ഹീറോ ഇവരെ തടയാൻ നോക്കുന്നുണ്ട്. സമുദ്ര നല്ലവനാണെന്ന് കരുതി നായിക ഹീറോയെ വെടിവെക്കുകയാണ്. ഹീറോയ്ക്ക് അനങ്ങാൻ വയ്യ. ഹീറോ കാറിന്റെ ഹോൺ നിർത്താതെ അടിച്ച് സമുദ്രയെ നോക്കാൻ സിഗ്നൽ കൊടുക്കുന്നു. നായിക തിരിഞ്ഞു നോക്കാതെ പോവാണ്. അവർ ലൈറ്റ് ഹൗസിൽ എത്തുന്നുണ്ട്. ലൈറ്റ് തിരിച്ചു വെച്ചാൽ സിഗ്നൽ കിട്ടും. എഡ്വേർഡ് അവിടെ പട്ടാളവുമായി വരികയാണ്. എഡ്വേർഡ് വരുന്നുണ്ട്. ലൈറ്റ് മാറ്റണമെന്ന് നായിക പറയുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് സമുദ്ര തോക്ക് ചൂണ്ടുന്നു. ഞാനാണ് യഥാർത്ഥ ട്രോജൻ, അവൻ പറഞ്ഞതായിരുന്നു സത്യം എന്ന് സമുദ്ര സമ്മതിക്കുന്നു. നേതാജി വന്നാൽ കൊല്ലാൻ എഡ്വേർഡ് കാത്തിരിക്കുകയാണ്. നായിക ഉറക്കെ ചിരിക്കുകയാണ്. വരുന്നത് നേതാജി അല്ലടാ എന്ന് നായിക പറയുന്നു. അപ്പോഴേക്കും അവിടെ വലിയ ആക്രമണം നടക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ആണ് വരുന്നത്. ഹീറോ ഹോൺ അടിച്ചത് കോഡ് ഭാഷയിലായിരുന്നു. അത് നായികയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഹീറോ മാസായിട്ട് വന്ന് അവിടെയുള്ള സകല ബ്രിട്ടീഷുകാരെയും അടിച്ചിടുന്നു. സമുദ്രയെയും കൊല്ലുന്നു. അവസാനം എഡ്വേർഡിനെയും ഹീറോ കൊല്ലുന്നു. ഇവിടെയുള്ളവരെ കൊന്നാൽ തീരുന്നതാണോ ഞങ്ങളുടെ ശക്തി എന്ന് മരിക്കുന്നതിന് മുമ്പ് എഡ്വേർഡ് ചോദിക്കുന്നു. ഞാൻ നേതാജിയുടെ ആളാണെന്ന് ഇവിടെയുള്ളവർക്ക് മാത്രമല്ലേ അറിയൂ. എല്ലാവരെയും കൊന്ന സ്ഥിതിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് എനിക്ക് പ്രൊമോഷൻ തരും. നിങ്ങളുടെ കൂടെ നിന്ന് തന്നെ ഞാൻ നിങ്ങളെയൊക്കെ ഇല്ലാതാക്കും എന്ന് ഹീറോ മാസ് ഡയലോഗ് അടിക്കുകയാണ്. അവസാനം നേതാജി സുരക്ഷിതമായി അവിടെ വന്നിറങ്ങുന്നു. ത്രിവർണയെ കണ്ട് സംസാരിച്ച് നേതാജി പോവാണ്. ഇവിടെ സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.